ഇന്നലെ ശക്തമായ മഴ കാരണം ഗപ്പികളെ വളർത്തുന്ന ടാങ്കിലൊക്കെ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മഴവെള്ളം തട്ടിയാൽ വെള്ളത്തിന്റെ pHും അതുപോലെ തന്നെ ടെമ്പറേച്ചറും പെട്ടെന്ന് മാറും. ഇങ്ങനെ സംഭവിച്ചാൽ ഗപ്പികൾ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഫാമിലെ ഗപ്പികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചോന്ന് ആദ്യം തന്നെ നോക്കാം. ഇതുപോലെ മരങ്ങളുടെ നല്ല ഷെയ്ഡുള്ള സ്ഥലത്താണ് നമ്മൾ ഗപ്പിയുടെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇലകൾ വീഴാതിരിക്കാനും ഗപ്പികളെ മറ്റു ജീവികളൊന്നും പിടിക്കാതിരിക്കാനും നമ്മൾ ഇതുപോലുള്ള ഒരു ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കവറിംഗ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ അത് മാറ്റി നോക്കാം. എല്ലാ ടാങ്കിനും മുകളിൽ ഇതുപോലെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കമ്പി വളച്ചിട്ട് അതിൽ ഗ്രീൻ നെറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗപ്പികളൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട്, കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ടായിരുന്നു മഴ പെയ്തത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഗപ്പികളൊക്കെ പെട്ടെന്ന് ചത്തുപോകും. മീനുകളുള്ള കുളത്തിന്റെ മൂടികളെല്ലാം ഇതുപോലെ ആദ്യം തന്നെ മാറ്റി വെക്കുകയാണ്. പെട്ടെന്ന് ചെയ്യേണ്ടത് സൂര്യപ്രകാശം മാക്സിമം തട്ടിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ടെമ്പറേച്ചർ റെഡിയായി കിട്ടും. എല്ലാ കുളത്തിന്റെ ഇതുപോലെ മാറ്റി വെക്കുക ആദ്യം ചെയ്യും. ഈ ടാങ്കിൽ ഇപ്പോൾ ഒരു ഗപ്പി ചത്തുപോയിട്ടുണ്ട്. ഇതൊക്കെ ടെമ്പറേച്ചർ മാറിയിട്ടും pH മാറിയിട്ടൊക്കെ ആയിരിക്കണം ചത്തത്. അത് പെട്ടെന്നാവും ചാവല്, അതായത് അധികം നേരം നിൽക്കില്ല. ഇത് നമുക്കൊന്നും കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ വേഗം തന്നെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിലോട്ട് കിടക്കാം. മഴവെള്ളമൊക്കെ തട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ കുളത്തിലൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നിന്ന ലെവലിലോട്ട് വെള്ളത്തിനെ പെട്ടെന്ന് ഒഴിവാക്കണം. അപ്പൊ അതിനുവേണ്ടി ഇതുപോലത്തെ സൈഫണാണ് ഉപയോഗിക്കുന്നത്. സൈഫൺ ഉപയോഗിച്ചിട്ട് സൈഫൺ ഇതുവരെ താത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വെള്ളം ഒഴിവാക്കണം. അപ്പൊ നമ്മൾ 2 സൈഫണാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. 2-3 സൈഫൺ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ രണ്ടാളും 2 സൈഡിൽ പിടിച്ചിട്ട് വേഗം നമ്മൾ ആദ്യം നിന്ന ലെവലിലോട്ട് വെള്ളത്തിനെ മാറ്റണം. പക്ഷെ 3/4 ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നു. നമ്മളടുത്ത് കൂടുതൽ സൈഫൺ ഉള്ളത് കൊണ്ട് എല്ലാ കുളത്തിലും ഒരേ സമയം തന്നെ വറ്റിക്കുക. എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിന്റെ ലെവൽ നമ്മൾ ക്ലിയർ ചെയ്യണം. എല്ലാത്തിലും 3/4 ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ആ ലെവലിലോട്ട് ഈ വെള്ളത്തിനെ ആദ്യം തന്നെ താഴ്ത്തണം. ഈ കുളത്തിൽ ആദ്യമുള്ളതിനേക്കാളും വെള്ളത്തിന്റെ ലെവൽ താഴ്ത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കിണറിലെ വെള്ളമാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഇനി ഇതിലേക്ക് നിറച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഏകദേശം 3/4 ഭാഗത്തോളം ഈ വെള്ളം നിറച്ചു കൊടുത്താൽ ഏകദേശം ടെമ്പറേച്ചറും അതുപോലെ തന്നെ pH ലെവലായി കിട്ടും. pH ലെവൽ ചെയ്യാൻ നമ്മൾ വലിയ കുളങ്ങളിലൊക്കെ ചെയ്യുന്നത് കുമ്മായം കലക്കി ഒഴിക്കലാണ്. എന്നാൽ ഗപ്പികൾ ചെറിയ മീനുകളായതുകൊണ്ട് അവയ്ക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവയ്ക്ക് ചെയ്യാൻ പറ്റിയത്, നമ്മൾ ആദ്യമുള്ള ലെവലിലോട്ട് വെള്ളത്തിനെ മാറ്റി സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കിണറിലെ വെള്ളമാണ്, ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ടെമ്പറേച്ചറും അതുപോലെ തന്നെ pH ലെവൽ ചെയ്യുക എന്നാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഹൈബ്രിഡ് ഗപ്പികളിൽ നിന്നും ക്രോസായ ഇതുപോലെയുള്ള ഗപ്പികളെയാണ് ഞങ്ങൾ ടാങ്കുകൾ വളർത്തുന്നത്. ഇവയെ മിക്സ് ചെയ്താണ് ഞങ്ങൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് pHും ടെമ്പറേച്ചറൊക്കെ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചത്തുപോകും. അതുകൊണ്ട് ഗപ്പിയെ വളർത്തുന്ന എല്ലാവരും ഇതുപോലെ മഴവെള്ളമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വെള്ളം ഞങ്ങൾ ചെയ്തതുപോലെ മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും.